ഹലോ അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ചായ ഒരു മൂന്നാമത്തെ തവണ ചൂടാക്കി നമുക്ക് വ്ളോഗിലേക്ക് ചൂടോടെ കടക്കാം. നല്ല നല്ല വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാനും കുതിക്കും, എനിക്കും ചെയ്യണം ഇങ്ങനെ വീഡിയോ. പക്ഷേ അങ്ങോട്ടൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് അതുണ്ടായിരുന്നില്ല. ദെയർ ഈസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം എന്നാണല്ലോ. ആ ഒരു ധൈര്യത്തിലും വിശ്വാസത്തിലും ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കട്ടെ. ഫസ്റ്റ് വീഡിയോ അല്ല, ഞാൻ ഇതിനു മുമ്പേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ എന്തോത്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് ജുമ്മ ആണ്. അത് മാത്രമല്ല പ്രത്യേകത, ഇന്ന് എൻ്റെ 4th ഇയർ ആനിവേഴ്സറിയും കൂടിയാണ്. എൻ്റെ മോൾ ജനിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ആഗമനം നിഗമനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഈ വക കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് മീ ബീങ് എ ഗേൾ, ഐ വാസ് ഓൾവേസ് എക്സൈറ്റഡ് ഫോർ ദീസ് തിങ്സ്, യുനോ. പെതുക്കെ ഞാൻ പുള്ളിക്കാരനെ ഇതൊക്കെ പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഡിന്നർ സർപ്രൈസ് തരാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു റാഗി ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന റെസിപ്പി വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ആക്ച്വലി ഫസ്റ്റ് ടൈം റാഗി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ കുറേ ഇതിൻ്റെ റോ ക്ലിപ്സ് തപ്പി നോക്കി, പക്ഷേ അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആസ് ഇറ്റ് ഈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ ഇത്തവണ ഞാൻ കേക്ക് ബേക്ക് ചെയ്തത്. പക്ഷേ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പൂമ്പാറ്റ ഉണ്ടാക്കി എനിക്ക് കിട്ടിയത് നിരാശ മാത്രമാണ് ഗൈസ്. അന്നൊരു വെള്ളിയാഴ്ച ആയിട്ടും കൂടി അന്ന് തന്നെ അവരുടെ കമ്പനിയിൽ ഏതോ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊഡക്ഷൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ട് ആൾ വീട്ടിൽ വന്നത് രാത്രി 2 മണിക്ക്. പിന്നെന്താണ്, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉണ്ടാക്കിയ ഈ പ്രാണീനെയും കാണിച്ച് ആൾ വാവ് എന്നൊരു എക്സ്പ്രഷനൊക്കെ തന്നു. തലേന്ന് രാത്രി ലേറ്റായിട്ട് വന്നതിന് ഞാൻ പിണങ്ങിയിരിക്കുമെന്നറിയാം. അത് മാറ്റാൻ വേണ്ടിയുള്ള ഓവർ ആക്ടിങ് ആണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. എനിവേ, വൈകുന്നേരം ഡിന്നറിന് റെഡിയായി പോയപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ക്രൂസ് ഡിന്നറായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ക്രൂസിൽ പോണത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ദുബായിൽ നല്ലൊരു വെതർ സ്റ്റാർട്ടാവുന്ന ടൈമാണ്. ആ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ മാറിയിട്ട് നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശാൻ തുടങ്ങുന്ന ടൈമാണ്. ഈ ക്രൂസിന് പല സ്ലോട്ട്സ് ഉണ്ട്. ഞങ്ങൾ സൺസെറ്റ് സ്ലോട്ടാണ് എടുത്തത്. അപ്പം ഞങ്ങളുടെ ക്രൂസ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് സ്റ്റാർട്ടായി. ഞങ്ങൾക്ക് കിട്ടിയത് റൂഫ് ടോപ്പ് സീറ്റായിരുന്നു. സൺസെറ്റിൻ്റെ ആ ഒരു വൈബും തണുത്തൊരു കാറ്റും പിന്നെ ചൂട് ഫുഡും, എൻ്റെ അമ്മോ വേറെ എന്ത് വേണം. ഇവിടെ ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന വേറൊരാളും കൂടി ഉണ്ടേ. ഇവിടെ ബുഫേ ഉണ്ടായിരുന്നു. ബുഫേയിൽ ഞാൻ കാണിച്ച പോലെ റൈസും ഡിസേർട്ട്സും സാലഡും കറീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, പാസ്ത, നൂഡിൽസ് അങ്ങനെയൊക്കെ. എനിക്ക് പാസ്ത ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ നിലാവായിരുന്നേ. ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഞാൻ എത്ര പറഞ്ഞാലും തീരൂല. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും എനിക്ക് വളരെ സ്പെഷ്യലായിരിക്കും. ബിക്കോസ് ഇത് ഞാൻ പറയാണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ശരി, ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഹോപ്പ് ഐ ക്യാൻ മേക്ക് മോർ സച്ച് വീഡിയോ. ബൈ.